ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം നമുക്ക് സംസാരിക്കാൻ നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളാണ്. ബൈബിളിലുള്ളവരെടുത്ത് നോക്കിയാൽ അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 16:25 അതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ്? ഈശോ പറയുന്ന കാര്യങ്ങളാണ് ഇത് കാണുന്നത്. ഈശോ പറയുകയാണ്, താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ചില കാര്യങ്ങൾ ഈശോ ഓർമ്മപ്പെടുത്തുന്നതാണ്. 16-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചില ആത്മീയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഇവിടെ കാണുന്നത്. എൻ്റെ തലക്കെട്ട് എങ്ങനെയാണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇനി ഈശോ ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഈശോ ലോകത്തെ ജയിച്ചത്? പ്രിയപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെ മേലും സ്വർഗത്തിൻ്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത് ലോകത്തെ ജയിക്കാനുള്ള ഒരു അഭിഷേകമാണ് വെളിപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾക്കപ്പുറം നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരഭിഷേകം ഒരുവന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കാനുള്ള ഒരഭിഷേകമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചു. എങ്ങനെയാണ് ഈശോ ലോകത്തെ ജയിച്ചത്? ഇവിടെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ആരുടെ ആത്മാവ്? കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈശോ പറയുന്ന പ്രവാചകന്റെ സ്വരം എടുത്തിട്ട് കടമെടുത്തിട്ട് ഈശോ സിനഗോഗിൽ കയറി നിന്നിട്ട് വചന ശുശ്രൂഷ സമയത്ത് ഈശോ പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവസാനം കൂട്ടിച്ചേർക്കുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രവചനം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തുടർന്ന് വായിക്കാം. നമ്മുടെയൊക്കെ ചില ജീവിത വിഷയങ്ങളാണ് പരിശുദ്ധാത്മാവോടെ സംസാരിക്കുന്നത്. 32 മുതലുള്ള വചനങ്ങളിൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടും. ഈശോ പോയി കഴിയുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോസ്തലന്മാരടുത്ത് പറയാം, നിങ്ങൾ ഓരോ വഴിക്ക് ചിതറിക്കപ്പെടും, എന്നിട്ട് എന്നെ ഏകനായി വിട്ടുപോകുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ഈശോ പറയാ, ഈ പറയുന്ന നിങ്ങളൊക്കെ ചിതറിക്കപ്പെടും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും രക്ഷയ്ക്ക് വേണ്ടി പലയിടങ്ങളിലേക്ക് ഓടുമ്പോൾ ഞാൻ ഏകനാകുന്ന ഒരു സമയം വരുന്നു. ഒരു ഏകാന്തത. ഈശോ പറയാ, ഞാനൊരു ഏകാന്തതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഒത്തിരി പേരുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏകാന്തത, ഒരു റിജക്ഷൻ, ഒരു തിരസ്കരണം. പലരും വരുമ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം, അച്ചോ സമ്പത്തുണ്ട്, കാശുണ്ട്, എല്ലാം ഉണ്ട് വീട്ടിൽ, പക്ഷേ ഒരു ഏകാന്തത, ആരുമില്ല എന്നുള്ളൊരു തോന്നൽ. ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമുണ്ടോ എന്ന് ചില സമയത്ത് ഇങ്ങനെ ചോദിച്ചു പോകുന്നൊരവസ്ഥ. ഒരു പെങ്കൊച്ചു വന്നു, അവര് 5 മക്കളാണ് വീട്ടിൽ. ഇവളെപ്പോഴും ഒരു ഫീലിംഗ് ആണ്, എന്നെ മാത്രം ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് മാത്രം വീട്ടിലൊരു വിലയില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അവൾ പറയാ, ഇത്ര അപ്പനും അമ്മയും ഗ്രാൻഡ് മദറും വീട്ടിലുണ്ട്, ഞങ്ങൾ 5 മക്കളുണ്ട്, പക്ഷെ എല്ലാവരും ഉള്ളപ്പോഴും ഒരു ഏകാന്തത, എനിക്കൊരു ഫീലിംഗ്, ഒരു ഏകാന്ത ഫീലിംഗ്, ആരുമില്ല എന്നുള്ളൊരു തോന്നല് ഉള്ളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈശോ മുൻകൂട്ടി പറയുകയാണ്, നിങ്ങളൊക്കെ ലോകം എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ
ഇന്ന് വരെ കൂടെ നിന്നവരൊക്കെ ചിതറിപ്പോകുമ്പോൾ, എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ, സ്വാഭാവികമായി ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു ഫീലിംഗ്, ഒരു വൈകാരികത, ഒരു വികാരത്തെക്കുറിച്ച് ഈശോ പറയാണ്, ഞാൻ ഒരു ഏകാന്തത അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇതിനെ തിരിക്കുന്ന പലരും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. അച്ഛാ, ഇങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ല, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്നുള്ളൊരു തോന്നല്. ഈശോ മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുക, നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന, നാളെ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരവസ്ഥ കൂടെ നിന്നവരും മുഴുവനും നമ്മളെ മാറ്റി നിർത്തും. ഇന്ന് വരെ ചേർന്ന് നിന്നവരൊക്കെ നമ്മളെ തിരസ്കരിക്കും. ലോകം നമ്മളെ കറിവേപ്പില പോലെ എടുത്തെറിയും. ആർക്കും വേണ്ടാത്തവനും വേണ്ടാത്തവളും എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ഇന്നലകളിൽ കെട്ടിപ്പൊക്കിയ സൗധങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഈശോ പറയുകയാണ്. എന്നിട്ട് ഈശോ പറയുന്ന ചേർത്ത് വെക്കുന്ന ഒരു വചനമുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈ ഏകാന്തതയുടെ അനുഭവത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോൾ നൊമ്പരപ്പെട്ട്, ഭാരപ്പെട്ട്, വിഷമിച്ച്, പരാതി പറഞ്ഞ്, പരിഭവം പറഞ്ഞ്, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളും താങ്ങി കടന്നു പോകുമ്പോൾ ഈശോ തരുന്ന പ്രത്യാശയുടെ ഒരു വചനമുണ്ട്. ശ്രദ്ധിച്ചു വായിക്കുക. എന്നെ ഏകനായി നിങ്ങൾ വിട്ടുപോകുന്ന ഒരു സമയം വരുന്നു, എന്നാൽ കർത്താവ് കൂട്ടിച്ചേർക്കുകയാണ്, കാരണം എങ്കിലും ഞാൻ ഏകനല്ല. ഈശോ പറയുകയാണ്, എങ്കിലും ഞാൻ ഏകനല്ല. നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോയാലും, എൻ്റെ കൂടെയുള്ളവർ മുഴുവനും എന്നെ മാറ്റി നിർത്തിയാലും, ലോകം എന്തൊക്കെ എനിക്കെതിരെ പറഞ്ഞാലും, ലോകം എന്തൊക്കെ എനിക്കെതിരെ സംസാരിച്ചാലും, എങ്ങനെയൊക്കെ ലോകം എന്നെ വിധി എഴുതിയാലും, ഈശോ പറയുന്നു, ഞാൻ ഏകനല്ല. ഹല്ലേലൂയ. കാരണം ഈശോ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നത്. അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളെല്ലാം എന്നെ വിട്ടുപോയാലും ഞാൻ ഏകാന്തത അനുഭവത്തിലൂടെ കടന്നു പോകില്ല. കാരണം ഞാൻ ഏകനല്ല, എൻ്റെ കൂടെ പിതാവ് എന്നോട് കൂടെയുണ്ട്. ആര് കൂടെയുണ്ട്? പിതാവ്, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. പിതാവ് എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, അപ്പന്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. ഇവിടെ ഈശോയ്ക്ക് പറയാൻ പറ്റിയത്, ഈ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈശോയിൽ നിറഞ്ഞു നിന്നതുകൊണ്ട്, ആത്മാവ് നിറഞ്ഞു നിന്നപ്പോ സംഭവിക്കുന്നത്, അപ്പന്റെ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യമായി ഈശോ അനുഭവപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ സാന്നിധ്യം, മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യമായി നമ്മൾ അനുഭവിക്കും. അതാ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ സംഭവിക്കുന്നത്. ആത്മാവിന്റെ നിറവ് വരുമ്പോൾ സാഹചര്യങ്ങൾ പറയുന്ന കാര്യങ്ങളോ, കുറ്റപ്പെടുത്തലുകളോ, തിരസ്കരണങ്ങളോ, കുത്തുവാക്കുകളോ ഒന്നും നമ്മുടെ മനസ്സിന് ഇടിക്കില്ല, തകർക്കില്ല. കാരണം എന്താ? അപ്പോൾ പിതാവിന്റെ ജീവിക്കുന്ന മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യമായി എൻ്റെ വലത്തുഭാഗത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുക. ആത്മാവ് നിറയുമ്പോൾ ജീവിക്കുന്ന കർത്താവ് എൻ്റെ ചാര നിൽക്കുന്ന ഒരു അനുഭവം എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിന്റെ നടുവിൽ, ഒരു തിരസ്കരണത്തിന്റെ നടുവിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മനസ്സിടിയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവ് ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ വളരുമ്പോൾ ഈശോ ശക്തമായി ജീവിക്കുന്നവനായി നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന രീതിയിൽ ഈശോ കൂടെ നിൽക്കുന്ന ഒരനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ പിന്നെ വേറെ വിഷമവുമില്ല, വിഷയമില്ല, ആകുലതകളില്ല, നൊമ്പരങ്ങളില്ല, നിരാശകളില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അച്ചോ, ആരും എന്നെ ഗവനിക്കുന്നില്ലല്ലോ, എന്നെ ആർക്കും വേണ്ടല്ലോ, ഞാനിങ്ങനെ ഒറ്റപ്പെട്ടവളായല്ലോ, എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ അലട്ടുന്നത്, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സ്വപ്നം കണ്ട ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചില പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷിച്ചവരിൽ നിന്നും കിട്ടേണ്ടതൊക്കെ കിട്ടാതെ വരുമ്പോൾ, ഇടിഞ്ഞു പോകുമ്പോൾ, ദൈവം ജീവിക്കുന്നവനായി കൂടെയുണ്ടെങ്കിൽ ഒന്നും എന്നെയും നിങ്ങളെയും തളർത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും പരാതിയായിരിക്കും. അച്ഛാ, ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തുക, എനിക്കിനി ജീവിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാ ഞാൻ അത് ചെയ്തപ്പോൾ, അത് പറഞ്ഞപ്പോൾ, ഇത് പറഞ്ഞപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുക, കളിയാക്കുക. ചില പഠിക്കുന്ന പിള്ളേരുടെ ഒരു വിഷമം എന്നാണെന്നറിയാമോ? അല്ലെങ്കിൽ ഈ IELTS, OET പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന കാര്യം എന്നാ,
അച്ചോ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ആന്റിയുടെ വീട്ടിൽ പോയി നിൽക്കുക, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാ പള്ളി ചെല്ലുമ്പോൾ ചോദിക്കും, എത്ര പ്രാവശ്യം എഴുതിയടി? 5. ഇപ്പൊ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. റിസൾട്ട് വന്നോ? വന്നെങ്കിൽ വന്നെന്ന് പറയണ്ടേ, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് പറയണ്ടേ, കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയണ്ടേ? പറയാനൊരു വിഷമം. കാരണം എന്താ, 4-5 പ്രാവശ്യം നാട്ടുകാർ മുഴുവൻ ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് വെച്ചിപ്പോ ഞാൻ പള്ളിയിൽ പോലും പോകാതെ ഞായറാഴ്ചയും വീടിനുള്ളിൽ ഇരിക്കുക. കാരണം എന്താ, നാട്ടുകാരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ലോകത്തിന്റെ ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ, ചില വാക്കുകളുടെ മുമ്പിൽ, നീതിയില്ലാതെ വിധിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ദൈവ പൈതലെ ചങ്കി കുറിച്ചിട്ടോ, ലോകം നീതിപൂർവം നമ്മെ വിധിക്കുന്നവനല്ല. അർഹതപ്പെട്ടത് തരുന്നതൊന്നുമല്ല ലോകം. അതെങ്ങനെയാണെന്നറിയാമോ? ലോകത്തിന്റെ പ്രവണത തന്നെ ഇന്ന് നിന്നെ കുറിച്ച് വാനോളം പുകഴ്ത്തി പറയും, നാളെ നിന്നെക്കുറിച്ച് തന്നെ എത്രമാത്രം അടിച്ചു താഴ്ത്താവോ അതുപോലെ താഴ്ത്തി പറയും. ഇന്നലെ നന്നായിട്ട് നിന്നെ സ്നേഹിച്ച് കൊല്ലും. വേറെ എന്തെങ്കിലും ഇഷ്യൂ നിന്റെ ജീവിതത്തിൽ നിന്നുണ്ടാകുമ്പോൾ, അവരെ മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നിന്നിൽ നിന്ന് വരുമ്പോൾ, നിന്നെ എത്രമാത്രം സാഹചര്യങ്ങളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ താറടിക്കാവോ അതുപോലെ നിന്നെ താറടിക്കും. എന്ന് പറഞ്ഞാൽ ലോകത്തെ കണ്ണുനട്ടിരിക്കരുത്. ലോകം നീതിപൂർവം വിധിക്കുന്നവനല്ല എന്ന് തിരിച്ചറിയണം. നീതിപൂർവം വിധിക്കാത്ത ലോകത്തിന്റെ സ്വരമല്ല കേൾക്കണ്ടേ, നീതിപൂർവം വിധിക്കുന്ന സർവശക്തനായ ജീവിക്കുന്ന കർത്താവിന്റെ സ്വരമാണ് നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കേണ്ടത്. ഈശോ എപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് ഈശോ ആകെ കേൾക്കുന്നത് അപ്പന്റെ സ്വരം, വേറെ ആരുടെ സ്വരം കേൾക്കുന്നില്ല. നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയാത്തത് കൊണ്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത് അപ്പന്റെ സ്വരമല്ല, പിന്നെ ആരുടെ സ്വരമാ? നാട്ടുകാരുടെ സ്വരം, ലോകത്തിന്റെ സ്വര. ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അച്ഛൻ എനിക്കിപ്പോ നിരാശയാണ്, എനിക്കിപ്പോ മനസ്സൊക്കെ അങ്ങോട്ട് തളർന്നു പോവാ, ഒരു പ്രതീക്ഷയൊന്നും, ഒരു പ്രത്യാശയൊക്കെ പോയി, ജീവിക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അച്ഛൻ. ഇത്രയൊക്കെ ചെയ്തിട്ട്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും, കുടുംബത്തിന് വേണ്ടി ഇതുപോലെ അധ്വാനിച്ചിട്ടും, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഇതുപോലെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇവർക്ക് ആർക്കും വരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ കടന്ന് രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചിട്ടും വീട്ടിലൊന്നും ഒരു വിലയില്ലച്ചോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ലച്ചോ. അതോടുകൂടി മനസ്സ് തളർന്ന്, ജീവിതം തളർന്ന്, ഭാരപ്പെട്ട് പിന്നെ ഇങ്ങനെ തള്ളി ഒരു ജീവിതം പൊക്കൊണ്ടിരിക്കുക, തള്ളി നീക്കുക. ചിലവരല്ലേ ജീവിതം അങ്ങോട്ട് തള്ളി നീക്കുവച്ചോ, എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ മതി, എങ്ങനെയെങ്കിലൊക്കെ. ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് തീർന്നാൽ മതി വെച്ചു ഇനിയിപ്പോ. കാരണം എന്താ, പരിശുദ്ധാത്മാവ് നമ്മളിൽ അഭിഷേകമായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ജീവനുള്ള ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. എപ്പോഴും കൂടെയുണ്ട്. നമ്മൾ ഈശോ സ്വർഗം ദർശിച്ച എപ്പോഴും ഈശോ സ്വർഗം ദർശിച്ചു. കാരണം ആത്മാവ് നിറഞ്ഞപ്പോ സ്വർഗം ദർശിച്ചു. പിതാവിനെ എപ്പോഴും കണ്ടു, പിതാവിന്റെ സ്വരം കേട്ടു, പിതാവിനെ കണ്ടു, പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈശോ പോയെ. കാരണം എന്താ, ആത്മാവിന്റെ നിറവ് ഈശോയിൽ ഉണ്ടായിരുന്നു. ആത്മാവിന്റെ നിറവുണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ, ആത്മാവിന്റെ നിറവിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നറിയാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ജീവിതത്തിൽ ലോകം നമ്മെ വിധിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആരിലേക്ക് നോക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി. ആരുടെ സ്വരമാണ് ആ സമയത്ത് കേൾക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ അതോ ലോകത്തിൻ്റെ അരൂപിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിൻ്റെ അരൂപിയാണ് നമ്മളിൽ ചലിക്കുന്നതെങ്കിൽ നമ്മൾ ലോകത്തിലേക്ക് നോക്കും, മറ്റുള്ളവരിലേക്ക് നോക്കും, അവരുടെ വാക്കുകളിലേക്ക് നോക്കും, അവർ ചെയ്ത പ്രവൃത്തികളിലേക്ക് നോക്കി ഭാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഉന്നതങ്ങളിലേക്ക് നോക്കിയിട്ട് സ്വർഗപിതാവിനെ അവിടെ ദർശിക്കും. നമ്മൾ ഈ കൂടുതൽ ഭാരപ്പെടുന്നതിന് കാരണം എന്താണെന്നറിയോ, നമ്മൾ 24 മണിക്കൂറും ഈ പ്രശ്നത്തിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അച്ഛൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പലരും വീട്ടിലെ കാര്യങ്ങൾ, കോഴിക്കോട് അടച്ചോ, വീട്ടിൽ മകൻ ജോലിക്ക് പോയിട്ടുണ്ടാവോ, ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കോ, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവനെ വിളിച്ചിട്ട് വന്നില്ലല്ലോ, കെട്ടിയവനെ വിളിച്ചാണല്ലോ വന്നില്ലല്ലോ. ഇനി എന്നാൽ നമ്മളെപ്പോഴും ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നവരാ.
പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ഒരിക്കലും പ്രശ്നം മാറില്ല. പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള കർത്താവിങ്കിലേക്ക് നോക്കാൻ പഠിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റം തരും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ ഒരു പ്രശ്നത്തെ നോക്കിക്കാണാൻ പറ്റും. സ്വർഗത്തിന്റെ കണ്ണുകളിലൂടെ ഒരു ജീവിത പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് തരും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ലോകത്തെ ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ ഒരുവൻ കാണാൻ പഠിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് ക്രിസ്തുവിന്റെ അഭിഷേകം കിട്ടുന്നത്. യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചു, പ്രലോഭനങ്ങളെ ജയിച്ചു, പാപത്തെ ജയിച്ചു, രോഗത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചത് കാരണം ഈശോയിൽ ആത്മാവ് നിറഞ്ഞു നിന്നത് കൊണ്ടാണ്. ഈ യേശുവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് നിറയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ, യേശു ലോകത്തെ ജയിച്ചതുപോലെ ഞാനും നിങ്ങളും ലോകത്തെ ജയിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൈപിടിച്ചുയർത്താൻ തുടങ്ങും. അപ്പൊ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കും, പാപത്തെ നമ്മൾ തോൽപ്പിക്കും, രോഗത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും, മരണത്തിന്റെ മുമ്പിലും ചങ്കുറപ്പോടെ നിന്നിട്ട് നമ്മൾ പറയും, മരണമേ, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം മരണത്തെ തോൽപ്പിച്ച ഒരുവൻ എൻ്റെ കൂടെയുണ്ടെന്ന് ചങ്കുറപ്പോടെ പറയാൻ പറ്റുന്നത് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് 1 കൊരിന്തോസ് 15:26 ഈശോ വചനത്തിൽ കൃത്യമായിട്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും യേശു കീഴടക്കി. ഈ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നില്ല, മരണഭയത്തിൽ നിന്ന് ഒരുവൻ പുറത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഇതേ ഈശോയിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ മരണഭയത്തിൽ നിന്നും ഞാൻ പുറത്തു വരികയാണ്. ജീവിക്കാനുള്ള ഒരു അഭിഷേകം. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാകണോ. സമൃദ്ധമായ ജീവിതം ഒരുവനിൽ വെളിപ്പെടാൻ തുടങ്ങും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7 അതിന്റെ 56 മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ രക്തസാക്ഷിയെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് സ്തെഫാനോസിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇവർ വധിക്കാൻ ഒരുങ്ങുക. ശത്രുക്കൾ ഇവനെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നിന്നതിന്റെ പേരിൽ, വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം നിന്നതിന്റെ പേരിൽ, യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ ഇവനെ കൊല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് നോക്കിക്കേ, ഇവര് കോപാക്രാന്തരായി പല്ല് കടിച്ച് സ്തെഫാനോസിന്റെ നേരെ വന്നപ്പോ, സ്തെഫാനോസ് 55-ാമത്തെ വചനം, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആരിൽ നിറഞ്ഞു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എങ്ങോട്ട് നോക്കി? ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ആരാണ് കല്ലെറിയുന്നതെന്നോ, എവിടെ നിന്നാണ് കല്ലേറ് വരുന്നതെന്നോ, എത്ര കട്ടിയുള്ള കല്ലാണ് എറിയുന്നതോ എന്ന് അപ്പസ്തോലൻ നോക്കുന്നില്ല, സ്തെഫാനോസ് നോക്കുന്നില്ല. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. കണ്ടോ? ആത്മാവ് നിറഞ്ഞപ്പോ ഈശോ നിൽക്കുന്നത് കാണുകയാ. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ഈശോ ജീവിക്കുന്നവനായി കൺമുമ്പിൽ നിൽക്കുക. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? പിന്നെ നമ്മൾ എന്തിനാ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ഭാരപ്പെടുന്നേ, അസ്വസ്ഥപ്പെടുന്നേ? പിന്നെ എന്തിന് നമ്മൾ ഇത്ര ആകുലപ്പെടണം? കാരണം എന്താ? സ്വർഗം, ആത്മാവ് നിറയുമ്പോൾ സ്വർഗം ദർശിക്കും, നിത്യത ദർശിക്കും, സ്വർഗീയ ഗണങ്ങളെ കാണാൻ തുടങ്ങി. ഒരു സ്വർഗീയ വസതി ഉണ്ടെന്ന് കണ്ടോ? പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ബോധ്യമാണ്. അപ്പസ്തോലൻ ചുറ്റുപാടും നോക്കാതെ ഈ ഭൗതിക വസതിയിൽ കിട്ടാവുന്ന സന്തോഷങ്ങളോ സുഖങ്ങളിലേക്കൊന്നും നോക്കാതെ ആത്മാവ് നിറഞ്ഞപ്പോ ഈ അപ്പസ്തോലൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് സ്വർഗീയ വസതി ദർശിക്കുക. ഒരു സ്വർഗീയ വസതി ഇത് കാണുകയാ.
അവിടെ പിതാവിനെ ദർശിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് ഈശോയെ കാണുന്നു, മാലാഖമാരെ കാണുന്നു, സ്വർഗീയ ഗണങ്ങളെ കാണുന്നു. താൻ എത്തിച്ചേരേണ്ട, എക്കാലവും വസിക്കേണ്ട ഒരു സ്വർഗീയ ഭവനത്തിൻ്റെ ദർശനം ജീവിച്ചിരുന്നപ്പോൾ ആത്മാവിൻ്റെ നിറവുണ്ടായിരുന്നത് കൊണ്ട് സ്തെഫാനോസിന് കിട്ടിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെക്കാളും സ്തെഫാനോസ് ഉയർന്നു നിന്നിട്ട് ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് സഭയിൽ മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ അഭിഷേക നിറവ് കൺവെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സ്വർഗത്തിൻ്റെ ദർശനം കിട്ടണം. മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റണം. അതിന് ആത്മാവ് നിറയണം. ആത്മാവ് നിറയുമ്പോൾ ഈ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ നമുക്ക് പറ്റും. അവൻ എപ്പോഴും ജീവിക്കുന്നവനായി കാണാൻ പറ്റും. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റും. ഇങ്ങനെ കൂടെ നിൽക്കുന്നു കണ്ടോ? കല്ലെറിയുമ്പോ കല്ലെറിയുന്നവനെയല്ല കാണുന്നത്, കല്ലെറിയുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ മുഖമാ കാണുന്നത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളല്ല കാണുന്നത്, ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സ്വർഗീയ വസതിയുണ്ട്. സ്വർഗീയ വസതി ഇത് കണ്ട് ജീവിക്കണം നമ്മൾ. ഇത് മറന്നു പോകരുത്. പിശാചിന്റെ ഏറ്റവും വലിയ കെണി എന്താണെന്നറിയോ? ഈ ലോകത്തിലുള്ള ജീവിതവും ഈ ലോകത്തിലെ വാസവും ഈ വസതിയും ഇവിടെ കെട്ടിപ്പൊക്കുന്നതൊക്കെയാണ് വലിയ കാര്യങ്ങൾ എന്നുള്ള ഒരു മിഥ്യാബോധം പിശാച് നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് ഒരു സ്വർഗീയ ഭവനമുണ്ടെന്ന് പിശാച് മറപ്പിച്ചു കളയും. നിത്യജീവനുണ്ടെന്ന്, ഒരു സ്വർഗീയ വസതിയുണ്ടെന്ന്. 2 കൊരിന്ത്യർ 5 തുടങ്ങുന്നത് ഇങ്ങനെയാ. പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് ഭൗതിക വസതി ഉള്ളതുപോലെ തന്നെ ഒരു സ്വർഗീയ വസതിയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഭൗമിക വസതി ഉള്ളതുപോലെ തന്നെ ഈ ലോകത്തിൽ ഒരു വാസസ്ഥലം ഉള്ളതുപോലെ, ഒരു ഭവനമുള്ളതുപോലെ ഞങ്ങൾക്ക് സ്വർഗത്തിലും ഒരു ഭവനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതല്ലേ ഈശോ പറഞ്ഞേ, ഞാൻ പോവാ, സ്ഥലമൊരുക്കിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞേ, വീണ്ടും വരും, എന്നിട്ട് കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകും? സ്വർഗീയ വസതിയിലേക്ക് പോകും. ഹല്ലേലൂയ. ഒരു ആത്മാവ് ഈ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഭൗതിക വസതിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗീയ വസതിയുടെ ഒരു ദർശനം കിട്ടിയ ജീവിതം മാറും. 100% ഗ്യാരണ്ടിയാ. മാറാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ ക്ഷമിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. പിന്നെ ക്ഷമിക്കാനൊന്നും സ്നേഹിക്കാനൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല. പിന്നെ ചിലതൊക്കെ വിട്ടുകൊടുക്കാൻ, ചിലതൊക്കെ എളിമപ്പെടാൻ, 1 സെന്റ് ഭൂമിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ, 1 ഇഞ്ച് തുണ്ട് ഭൂമിക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ, 10 രൂപയ്ക്ക് വേണ്ടി തല്ലുകൂടാൻ, ചില സാഹോദര്യ ബന്ധങ്ങളും ദൈവമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തുച്ഛമായവയ്ക്ക് വേണ്ടി തകർക്കാൻ ഒരുവൻ അനുവദിക്കില്ല. കാരണം അവൻ നിത്യവസതി, ജീവിച്ചിരിക്കുന്ന വസതിയിൽ ദർശനം കണ്ടു. ഈ ദർശനം കണ്ട് ജീവിക്കണം. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇതാണ് അഭിഷേകത്തിന്റെ നിറവെന്ന് പറയുന്നത്. ആ നിറവ് നമ്മളിൽ വരുമ്പോഴാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് ഈശോ ജീവിക്കുന്നവനായി എൻ്റെ കൂടെ നിൽക്കും, അപ്പൊ എനിക്ക് പാപം ചെയ്യാൻ പറ്റും. ഈശോ ജീവിക്കുന്നവനായി എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? ഈശോ കാണുമല്ലേ. ഈശോ ജീവിക്കുന്നവനായി എൻ്റെ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു പ്രലോഭനത്തിന് മുമ്പിൽ എനിക്ക് എങ്ങനെ വീഴാൻ പറ്റും? ഈശോ കൂടെ നിൽക്കുമല്ലേ, എന്നെ കരം പിടിച്ചേക്കുമല്ലേ. ഒരു പ്രശ്നത്തിന്റെ നടുവിൽ, ഒരു പരാജയ വക്കിന്റെ നടുവിൽ, ഒരു തടസ്സങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈശോ എൻ്റെ കരം പിടിച്ച് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ തകർന്നു പോകാൻ പറ്റും? ഒരിക്കലും തകർന്നു പോകാത്തവനായ ജീവിക്കുന്നവനായ ക്രിസ്തു എൻ്റെ കൂടെയുള്ളപ്പോ, ലോകത്തെ ജയിച്ചവൻ കൂടെയുള്ളപ്പോ ലോകത്തിന് എങ്ങനെ എന്നെ തോൽപ്പിക്കാൻ പറ്റും? ഹല്ലേലൂയ.